എന്തൊക്കെ പറഞ്ഞാലും പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ കാര്യമാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് എന്ത് ജോലി ചെയ്താലും. സോ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് തുടങ്ങാൻ പോകുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസൈഡ് ചെയ്തു. കുറേയൊക്കെ കോഡിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഉണ്ടെങ്കിലും അല്ലേ, ബേസിക്കലി നമ്മൾ ഒരു ടൂളാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നത്. ആ കോഡാണെങ്കിലും എന്ത് സാധനം ചെയ്താലും ഒരു ടൂളിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ സാധനം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ വി ഓൾ ത്രീ ഡിസൈഡഡ് ദാറ്റ് ടുഡേ വിൽ ടോക്ക് അബൌട്ട് പ്രൊഡക്ടിവിറ്റി. അത് പല ആസ്പെക്ട്സിലും, ഡിസൈൻ ആസ്പെക്ട് ആണെങ്കിലും കോഡിംഗ് ആസ്പെക്ട് ആണെങ്കിലും പല ആസ്പെക്ട്സും നമ്മൾ ഓർത്ത് ഈച്ച് ഓഫ് ആർ പെർസ്പെക്റ്റീവ് പുട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും. സോ വെൽക്കം വൺസ് അഗൈൻ ടു മാക് പ്ലസ് പ്ലസ്. ദിസ് ഇസ് മീ അജോ, അരുൺ ആൻഡ് അഡ്മിൻ ഫോർ യു. അപ്പം എന്താ അരുൺ, ആദ്യമേ നീ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ ഏത് ടൂളാണ്? ഞാൻ മോസ്റ്റ്ലി മെയിലാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഞാൻ ലാപ്ടോപ്പ് അല്ലെങ്കിൽ വർക്ക് മെഷീൻ ആണെങ്കിൽ സ്ലാക്ക് ആണ്. സ്ലാക്കിനായിരിക്കും നമുക്ക് പ്രയോറിറ്റി സാധനങ്ങൾ സ്ലാക്കിലായിരിക്കും. പക്ഷെ എനിക്ക് മെയിൽ എന്ന് പറഞ്ഞ മെയിൽ ഇപ്പോഴാണ് ഇച്ചിരൂടെ മെയിൽ എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവ് സ്ലാക്ക് ഇച്ചിരി ഭയങ്കര സ്കേറി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം കുറെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ കുറെ വൈറ്റിംഗ് മാർക്സ് കാണുമല്ലോ. അപ്പം നമ്മളത്ര ബിസി ഒരു സമയത്ത് സ്ലാക്ക് ഞാൻ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തില്ലായിരുന്നു. എനിക്ക് ട്രാവൽ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത് ബാലൻസ് ആണ് അരുൺ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അരുൺ ബേസിക്കലി വർക്ക് ഇമെയിലും നോർമൽ പേഴ്സണൽ ഇമെയിലും വർക്ക് ഇമെയിൽ ആയിരിക്കും ഞാൻ. ജിമെയിൽ ആസ് എ പ്രോഡക്റ്റ് എങ്ങനെ ലൈക്ക് ഭയങ്കര ക്ലാട്ട് എന്താണ് ഫീലിംഗ് ലൈക്ക് അങ്ങനെ? അപ്പം ഞങ്ങളുടെ തമ്മിൽ ആദ്യം സ്ലാക്കും ജിമെയിൽ യൂസ് ചെയ്തോണ്ടിരുന്നേ. പിന്നെ ഞങ്ങൾ വർക്ക് സ്പേസിലോട്ട് മാറി. അപ്പൊ എനിക്ക് ആ ചാറ്റ് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ സ്ലാക്ക് ആണ് ഗൂഗിൾ വർക്ക് സ്പേസ്. ഓക്കെ, അപ്പം ജിമെയിൽ, മീറ്റ്, ചാറ്റ് ഗൂഗിൾ ചാറ്റ്. അപ്പൊ അതിലൂടെ മാറി കംപ്ലീറ്റ്ലി. അങ്ങനെ ഒരു ഡിഫറെന്റ് ഇതായിരുന്നു ട്രാൻസിഷൻ ആണ്. എനിക്കത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ. ഇവിടെ എനിക്ക് ചാറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എനിക്ക് വലിയതായിട്ട് അവര് മെച്ചപ്പെടുത്തിയിട്ടില്ല. ലൈക്ക് സ്ലാക്കും ചാറ്റും എന്നോട് ഇപ്പൊ ആരെയും കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സ്ലാക്ക് ആണ് ഇച്ചിലൂടെ മുമ്പ് വയ്ക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ചാറ്റ് ഭയങ്കര പൊട്ടയാണ്. പിന്നെ ഇംപ്രൂവ് ചെയ്തു. മീറ്റ് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്തു. ഗൂഗിൾ വർക്ക് സ്പേസ് നമുക്ക് വേണമെങ്കിൽ ക്ലാരിഫൈ എന്തുവാണ് ഗൂഗിൾ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഗൂഗിളിന്റെ ഒരു കമ്പനിക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളല്ല. അവരൊരു സെറ്റ് എടുത്തിട്ടാണ് ഗൂഗിൾ വർക്ക് സ്പേസ്. നമുക്ക് എംപ്ലോയീസിന് തമ്മിൽ ചാറ്റ് ചെയ്യാനായിട്ടുള്ള സാധനമാണ്. മറ്റേ ചാറ്റ്, ഗൂഗിൾ ചാറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. കാലണ്ടർ ഉണ്ട്, ഗൂഗിൾ കാലണ്ടർ ഉണ്ട്, ഗൂഗിൾ മെയിൽ ഉണ്ട്, ജിമെയിൽ ഉണ്ട്, പിന്നെ നമ്മുടെ ജിമീറ്റ് ഉണ്ട്. അതെ, പിന്നെ നമ്മൾ പേഴ്സണൽ ഉപയോഗിക്കുന്ന വേർഷനെക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഡോക്സിനകത്തൊക്കെ വർക്ക് സ്പേസിനകത്താണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇഫ് യു ആർ എ ബിസിനസ് ഓണർ, എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഒരു റെക്കമെൻഡഡ് പ്രോഡക്റ്റ് ആണ്. ഇറ്റ്സ് ഗുഡ് ടു സ്റ്റാർട്ട്. അത്രയും കോസ്റ്റ്ലിയറും അല്ല. ഏറ്റവും വണ്ടർഫുൾ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറെ പ്രോഡക്ട്സ് ഉണ്ട്, ലൈക്ക് മൈക്രോസോഫ്റ്റ് സൂപ്പർ ഉണ്ട്. ബട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിക്ക് എനിക്ക് തോന്നുന്നു ഈസ് ഓഫ് യൂസ് ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാൽ ഒരു കസ്റ്റമറുടെ പെർസ്പെക്റ്റീവ്, ഒരു യൂസറിന്റെ പെർസ്പെക്റ്റീവ്, ഞാനാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിലും അത് ഓൺ ബോർഡിങ് ആ പ്രോസസ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. ലൈക്ക് എനിക്ക് മിക്കവാറുള്ള എല്ലാ എന്റർപ്രൈസ് എനിക്കും അത് സെയിം എക്സ്പീരിയൻസ്. ഞാൻ ഈയിടയ്ക്ക് തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തത്. ലൈക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ എന്റർപ്രൈസ് യൂസസ്, ബട്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് എന്തോ കൺഫ്യൂസിംഗ്. പക്ഷെ ഞങ്ങൾ പേഴ്സണലി മൈക്രോസോഫ്റ്റ് ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാരണം മൈക്രോസോഫ്റ്റ് ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ എന്നാലും ആസ് എൻ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം ഒരു നോർമൽ പേഴ്സണ് മൈക്രോസോഫ്റ്റ് ആ വർക്ക് സ്പേസ് ചില പാടായിരിക്കും. അവരുടെ ഔട്ട്ലുക്ക് ആണെങ്കിലും അവിടെ മറ്റേ വീഡിയോ കോൺഫറൻസിംഗ് ടൂൾ ഹൊറബിൾ ആണ്. ടീംസ് അതെ, ടീംസ് അല്ലേ?
Teams എനിക്ക് pretty good experience ആയിരുന്നു. Yeah. ടീംസ് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല? ഓക്കെ, എനിക്ക് ടീംസ് വലിയ കുഴപ്പമില്ലായിരുന്നു. ബിക്കോസ് ടീംസ് കുഴപ്പമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബ്രൗസറിനകത്തുനിന്നും ബാക്കിയുള്ള കാര്യത്തിനകത്തുനിന്നും കയറാനും കുഴപ്പമില്ല. കമ്പയർ ഇപ്പൊ ഞാനാണെങ്കിൽ ബാക്കിയുള്ള ഔട്ട്ലുക്കും അതെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ടീംസ് ആയിരുന്നു ബെറ്റർ പ്രോഡക്റ്റ്. I can't say that ഗൂഗിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും മൈക്രോസോഫ്റ്റിന്റെ എക്സ്പീരിയൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ബട്ട് ഡെഫിനറ്റ്ലി ടീംസ് വാസ് മച്ച് ബെറ്റർ ദാൻ പേഴ്സണൽ പ്രിഫറൻസിൽ നീ എന്ത് ചൂസ് ചെയ്യും? ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ഓർ കോമ്പിനേഷൻ ഓഫ് സൂം, സ്ലാക്ക്, ജിമെയിൽ? ലൈക്ക് ക്ലബ് ചെയ്ത് നോക്കുവാണെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗൂഗിൾ വർക്ക് സ്പേസ് ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും, ഒരു ടീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ ദാറ്റ് ഇസ് വൺ തിങ്. ഇപ്പൊ എന്റെ കമ്പനിയിലാണെങ്കിലും ഗൂഗിൾ വർക്ക് സ്പേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൾസ് ഓൾസോ ലൈക്ക് വീഡിയോ കോൾസ് ടു എൻ എക്സ്റ്റെന്റ് എന്റെ രീതിയിൽ ഞാൻ ജിമീറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഐ തിങ്ക് സൂം ഡസ് ഇറ്റ് ബെറ്റർ. ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ മീറ്റ് വെച്ച് നോക്കുമ്പോൾ മീറ്റിന്റെ ക്വാളിറ്റി ഓഫ് റെക്കോർഡിങ്സ്. ഓക്കെ, എനിക്ക് റെക്കോർഡ് ചെയ്ത ഒരു ഔട്ട്പുട്ട് സൂമിന്റെ റെക്കോർഡഡ് ഔട്ട്പുട്ടും ഭയങ്കര ഡിഫറൻസ് ആണ്. നീ ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കുകയെന്ന് വെച്ചോ, സൂം തരുന്ന ക്ലാരിറ്റിയും മീറ്റ് തരുന്ന ക്ലാരിറ്റിയും കണ്ടിട്ടുണ്ട്. Zoom workspace would be more affordable. Like Gmeet is more affordable, but Zoom has that better quality in terms of these kind of features because our video focused ആയതുകൊണ്ട് തന്നെ കുറേ ഒക്കെ ഫീച്ചേഴ്സ് അവിടെ ഗൂഗിൾ അഫോർഡബിൾ ആവുന്നത് because they give it as a package. Zoom മാത്രമേ ഉള്ളൂ, വീഡിയോ കോൺഫറൻസിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ലൈക്ക് ഡെഫിനറ്റ്ലി അവർ ആ വീഡിയോ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അതിന്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടം. റെക്കോർഡിംഗ് ഒക്കെയാണ് ഞാൻ നോക്കുന്ന ഫീച്ചേഴ്സ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് നോക്കുകയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഡേ ടു ഡേ ഡെയിലി നമ്മുടെ ആ ഒരു വർക്ക് ഫ്ലോ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഗൂഗിൾ വർക്ക് സ്പേസ് ആണ് എന്റെ ടോപ്പ് പ്രിഫർ. എനിക്ക് അത് 3 പേർക്ക് പ്രോജക്ട് മാനേജ്മെന്റ് ഗുഡ്. പ്രോജക്ട് മാനേജ്മെന്റ് ജിരയാണ്, പക്ഷേ ജിരയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് പേഴ്സണലി എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ടൂളാണ്. എന്താണെന്ന് അറിയത്തില്ല, ഒരു ലൈക്ക് ടു മച്ച് ആണോ അതോ ബേസിക്കലി യൂസർ എക്സ്പീരിയൻസ് ഇപ്പൊ അവർ കുറെ മാറ്റി. That could be the possibility. പിന്നെ വേറെ കാര്യം ഓർക്കുന്നത് വെച്ചാൽ അതൊരു നോമായി, അതൊരു സ്റ്റാൻഡേർഡ് ടൂളായി. ഇപ്പൊ ഏത് കമ്പനി പോയാലും ബേസിക്കലി ജിരയാണ് അവരുടെ ഗോ ടു ടാസ്ക് മാനേജ്മെന്റ്. ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും ഒരു സാധനം ചേഞ്ച് ചെയ്യാനായിട്ട്. അതിനെ ബേസ് ചെയ്ത് ഒത്തിരി മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി കമ്പനീസിൽ കാണും. അതുകൊണ്ട് തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പാടായിരിക്കും. ഞങ്ങളിപ്പോ ജിര കാര്യം പറയുമ്പോഴായിരുന്നു ഞാൻ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി ഹാക്ക്. ആ ഒരു സ്പേസിൽ ഞങ്ങള് കുറെ ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. എന്നുവെച്ചാൽ ട്രവേൽ ഉണ്ടാക്കി, ചോക്കൗട്ട് ആയിരുന്നു പിന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തത്. വേറെ ഒന്നുമില്ല, ജിര വി ഫൗണ്ട് ഇറ്റ് ആസ് മോർ ലൈക്ക് ടു മച്ച് ഫോർ എ സിമ്പിൾ യൂസ് കേസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ് എപ്പോഴും നമ്മൾ ബിസിനസ് ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. അപ്പം ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് റൺ ചെയ്യണമെങ്കിൽ ജിര ഇസ് നോട്ട് ദ I personally don't maybe at scale it might work, but at low 3 to 5 people ഉള്ള ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് റൺ ചെയ്യണമെങ്കിൽ അതിനേക്കാളും ബെറ്റർ ടൂൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. അസാന ഒരു നല്ല ടൂളാണ് ഫോർ സ്മോൾ ടീംസ്. നല്ല ടൂൾ ലീനിയർ വെരി ഗുഡ്. അതൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ആണ്. അവർ ഭയങ്കരമായിട്ട് ഗ്രോയും ചെയ്യും, നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. അപ്പം പുതിയ ഒരു UI UX പിന്നെ അജൈൽ എന്ന് പറഞ്ഞ ആ സാധനം ബേസ് ചെയ്തല്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡിഫറെന്റ് ആണ്. എനിക്കത് പിന്നെ കുറെ ഉള്ള ഓട്ടോമേഷൻസും അതിനകത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് കുറെ ഓട്ടോമേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ AI ഫസ്റ്റ് ആണ്, അപ്പൊ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സും അതിനകത്തുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് ഫിൽറ്റേഴ്സ് ഒക്കെ ഫിൽറ്റർ ബൈ പിന്നെ ഓട്ടോമാറ്റിക് സജസ്റ്റ് ചെയ്യും. പിന്നെ ചില സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യും, ചില ലേബൽസ്. അത് ശരി. അസാന എനിക്ക് തോന്നുന്നു ചൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ചോക്കൗട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ബിക്കോസ് ബേസിക്കലി
അതിനേക്കാൾ ഒരു ലെവൽ സിമ്പിൾ ഞങ്ങളുടെ പേഴ്സണൽ പ്രോജക്ട്സ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ബിൽഡ് ചെയ്തൊരു ടൂൾ ടൂളാണ്. അത് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, വെരി ടൈലർ ടു us ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നുമല്ല യൂസ്ഫുൾ ആണ്. അതെ KPയുടെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് KP അപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യും. അതായിരിക്കും അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ അത് നടത്തിക്കൊണ്ട് പോയത്. പിന്നെ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നോഷൻ. നോഷൻ ഭയങ്കര ഇഷ്ടമാണ്. നോഷൻ എനിക്കൊരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആണ്. നോഷൻ എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത നോഷൻ ആണ്. സോ നോഷൻ ഒരു ഗോളും ഒരു പേർപ്പസും ഉണ്ടായിരുന്നു നോഷൻ. അപ്പം for you നോഷൻ ആസ് എ കമ്പനി. വൈ നോഷൻ? ബിക്കോസ് നമുക്കിപ്പോ ഗൂഗിൾ ഡോക്സ് ഒക്കെ ഉണ്ട്, ഗൂഗിൾ ഡോക്സ് ഉണ്ട്, നമുക്ക് അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. പക്ഷെ അതിനേക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയത് നോഷൻ. ആ ഒരു കോൺസെപ്റ്റ് ഇച്ചിരൂടെ ബെറ്റർ ആയിട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്ലാങ്ക് പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പറിനകത്ത് എന്ത് വേണമെങ്കിലും എഴുതാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഈവൻ ഡൗൺ ദ ലൈൻ അവര് പിന്നെ കോംപ്ലക്സിറ്റി അതിന്റെ മണ്ടയ്ക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഇപ്പൊ അവര് ഡേറ്റാബേസ് ആയി. അല്ല, അവർക്ക് അത് സസ്റ്റൈനബിൾ മോഡലിലോട്ട് പോകാൻ വേണ്ടി ഉള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. ബിക്കോസ് നോഷൻ ആസ് എ കമ്പനി പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാൻ ജസ്റ്റ് ഒരു ഡോക്ക് എന്ന് ബിക്കോസ് നമ്മള് വേർഡിനകത്ത് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. വേർഡ് ഉണ്ട്, ഇപ്പം ഞാൻ ഹാബിറ്റ് ട്രാക്കർ യൂസ് ചെയ്യുന്നുണ്ട്, ടു ഡു ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നോട്ട്സിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗൂഗിൾ ഡോക്സിന് മാനേജ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന നോഷൻ ഇല്ല. ഗൂഗിൾ ശരിയാണ്, കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ലൈക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ബേസ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് ഇഷ്ടമാണ്. നീ പെയ്ഡ് യൂസർ ആണോ? ഫ്രീ വേർഷൻ തന്നെ. ഫ്രീ വേർഷൻ ലിമിറ്റേഷൻ ഉണ്ടോ? കൊളാബറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ ബ്ലോക്സ് ഉണ്ട്. ബ്ലോക്ക് സ്റ്റോറേജിന് അവർ പൈസ ചാർജ് ചെയ്യും. എനിക്കത് പണ്ട് ഞാൻ ആദ്യമേ യൂസ് ചെയ്ത് തുടങ്ങിയത് ട്രെലോ വെച്ചായിരുന്നു. ട്രെലോയിലാണ് ഈ കളികൾ മൊത്തം. ആൻഡ് ഇപ്പോഴും അത് ഒരു ബേസിക് സാധനത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ട്രെലോ മേടിച്ചു. അപ്പൊ അതിപ്പോ ഒരു ഇച്ചിരി മോഡേൺ UI ഒക്കെ അപ്പം ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യും. കുറെ പേര് എനിക്ക് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നു. ഈവൻ ബേസ് ക്യാമ്പ് ഒക്കെ ഭയങ്കര പ്രട്ടി സിമ്പിൾ ആണ്. ഇപ്പോഴും ആൾക്കാരുണ്ട്. ഇത്രയും ടൂൾസ് വന്നിട്ടും പ്രൊഡക്ടിവിറ്റി ഒരു ടാസ്ക് മാനേജ്മെന്റിന് ഒരു പഞ്ഞം വന്നിട്ടുണ്ട്. ടൂൾസ് ആ ഒരു ലെവലിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ബേസിക്കലി പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇപ്പം നോക്കുവാണെങ്കിൽ നോഷൻ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ കൈകൊണ്ട് സത്യം പറഞ്ഞാൽ പേപ്പർ പേന യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഇപ്പം കമ്പനി വൈസ് നോക്കുവാണെങ്കിൽ ജിരയാണ് ഇപ്പൊ ഒരു സ്റ്റക്ക്. നല്ലതാണോ ചോദിച്ചാൽ അത്രയും വലിയ എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഹാപ്പി അല്ല ആ ഒരു ടൂർ. ബട്ട് ഇറ്റ്സ് ഫൈൻ ഫോർ എ കമ്പനി. യെസ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ നോർമലി കമ്മ്യൂണിക്കേഷൻ. എനിക്ക് കമ്മ്യൂണിക്കേഷൻ നോട്ട്സ് ആ ഒരു പ്രോജക്ട് മാനേജ്മെന്റ് കമ്പനി യൂസ് ചെയ്യുന്നത്. കമ്പനിയില് ജീറയാണ്. പക്ഷെ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി ഞാൻ കുറെ ടൂൾസ് ട്രൈ ചെയ്തിട്ടുണ്ട്. നോഷൻ, ട്രെലോ, പിന്നെ ഒബ്സിഡിയൻ ബേസിക്കലി ഒരു മാർക്ക് ഡൗൺ. പക്ഷെ നമുക്ക് നമ്മുടെ കണ്ടന്റ് നമ്മൾ കോൺ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു ഗിറ്റർ റെപ്പോസിറ്ററിയില് നമുക്ക് കണ്ടന്റ് സ്റ്റോർ ചെയ്യാം. മോഷന് നമ്മുടെ കണ്ടന്റ് അല്ലല്ല, ഒബ്സിഡിയൻ സെൽഫ് ഹോസ്റ്റഡ് അല്ല. ഒബ്സിഡിയൻ പറഞ്ഞൊരു ലോക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡേറ്റ സ്റ്റോർ നമുക്ക് ചൂസ് ചെയ്യാം. ഒബ്സിഡിയൻ ഒരു പെയ്ഡ് വെർഷൻ ഉണ്ട്. ഒബ്സിഡിയന്റെ ഡേറ്റ സ്റ്റോർ വേണമെങ്കിൽ നോഷന്റെ ഡേറ്റാബേസ് ആണ്. അല്ല പറ്റത്തില്ല, കണക്ട് ചെയ്യാൻ പറ്റത്തില്ല തോന്നില്ല അങ്ങനെ പറ്റുമോ? നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മൾ നോർമൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ പിന്നെ നമുക്ക് ചൂസ് ചെയ്യാം എവിടെയാണ് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ ഫോൾഡറിൽ സ്റ്റോർ ചെയ്യാം. ഇല്ലാന്ന് ആ ഫോൾഡറിൽ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ആക്കി ഗിറ്റ് ഹബിൽ സ്റ്റോർ ചെയ്യാം. അവര് ചെയ്യില്ല, ഒരു കമ്മ്യൂണിറ്റി പ്ലഗിനാണ്. അപ്പൊ നമ്മള് അതിനപ്പം നോഷൻ ഒരു കമ്മ്യൂണിറ്റി പ്ലഗിൻ ആയിക്കൂടെ?
അങ്ങനെയാണ്. എനിക്കറിയില്ല നോഷൻ അങ്ങനെ APIs ഉണ്ടോ അവരുടെ database ഡീറ്റെയിൽസ് ആ. എനിക്കറിയില്ല. എന്താ ഞാൻ ചോദിച്ചത് പക്ഷേ ഞാൻ ഈ ടൂറിനെ പറ്റി കേട്ടിട്ടില്ല. ഓക്കെ പക്ഷെ നല്ലത് ക്യാൻവാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഇപ്പം വന്ന് എനിക്ക് സൂരജ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട് ഒരു ലിങ്ക്ഡിനിൽ. ട്രാവലർ പ്ലസ് ടെക് ആണ്. അപ്പം പുള്ളിയുടെ ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഉണ്ട്. ബേസിക്കലി ഗൂഗിൾ ടാസ്കും ഗൂഗിൾ കലണ്ടറും വെച്ചിട്ടാണ്. നമ്മൾ ഗൂഗിൾ ടാസ്കിൽ 3 columns ക്രിയേറ്റ് ചെയ്യും. Now, next and later. Later is where you add your task. Acts as a to-do list. Like someday you will do and also later will do. Next maybe you have to prioritize it in the next 2 weeks. Or next couple of weeks. You have to surely prioritize it. അങ്ങനെയുള്ള സാധനം നമ്മൾ നെക്സ്റ്റ് ഇടും. Now എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ ഡേ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ നെക്സ്റ്റ് നോക്കിയിട്ട് എന്തുവാ അങ്ങനത്തെ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെഡ്യൂൾ ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യണം. നൗലോട്ട് ഷിഫ്റ്റ് ചെയ്ത കാര്യങ്ങൾ പിന്നെ നമുക്ക് ടൈം ബ്ലോക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ നമ്മൾ കാലണ്ടറിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ നെക്സ്റ്റ് ചെയ്യുന്ന സാധനം നൗവിലാക്കുക ഗൂഗിൾ ടാസ്കിൽ. എന്നിട്ട് നമുക്ക് കാലണ്ടറിൽ പോവാം. കാലണ്ടറിൽ ആക്ച്വലി നമുക്ക് ടാസ്ക് ആക്സസ് ചെയ്യാം സൈഡ് ബാർ. എന്നിട്ട് ആ ടാസ്ക് കാലണ്ടറിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടൈം ബ്ലോക്കും ചെയ്യാം കാലണ്ടറിൽ. ഇതാണ് ബേസിക്കലി ഞാനിപ്പോ ഉപയോഗിക്കുന്നത്. ഡേ ടു ഡേ സാധനങ്ങൾ എന്തെങ്കിലും എനിക്ക് മേടിക്കണം, ടാസ്ക് ചെയ്യണം. അപ്പം എനിക്ക് ടാസ്ക് ആഡ് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി റിമൈൻഡർ പിന്നെ എനിക്ക് ഒരു എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ അതിന് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിന് ഡോക്കിനകത്ത് എന്തെങ്കിലും ടാസ്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതും വിഷ്വലൈസ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി കലണ്ടറിൽ വരും. അപ്പം അതൊരു സിമ്പിൾ ഒരു കോമ്പിനേഷൻ ഓഫ് ഗൂഗിൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഡിയാസ് ഒന്ന് സ്കെച്ച് ഔട്ട് ചെയ്യുക. എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഈയിടയ്ക്കാണെങ്കിൽ മറ്റേ നമ്മുടെ KPH എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലായിരുന്നു ഒരു ആപ്പ് ഉണ്ടായിരുന്നു, വോയിസ് നോട്ട്സ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്തെങ്കിലും ഐഡിയാസ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് എന്തെങ്കിലും ഐഡിയാസ് റാൻഡംലി വരുവാണെങ്കിൽ you just need to tap the center button, just record it, and it will summarize and keep it as an idea for forward. It's like a repository of ideas. അപ്പോൾ അത് തന്നെ നമ്മൾ നോർമലി സംസാരിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് വെക്കും. മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ it will, you can search അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗം. നിങ്ങൾ ആരെങ്കിലും എങ്ങനെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യോ അതോ എങ്ങനെ എവിടെ നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടോ? ഞാൻ മോർണിംഗിലാണ് പ്ലാൻ ചെയ്യുന്നത്. വാട്ട് ഹാവ് ടു ഡു ഫോർ ദ ഡേ. അപ്പോൾ ഞാൻ മെയിൽ നോക്കും, പിന്നെ കമ്മ്യൂണിക്കേറ്റഡ് വാട്ടർ സ്ലാക്ക് ഓർ മൈക്രോസോഫ്റ്റ് ടീംസ്, അത് വെച്ചാണ് പിന്നെ പ്ലാൻ ചെയ്യുന്നത് ഡേ. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യുമോ അതോ? ബേസിക്കലി ഞാൻ ഇപ്പം വളരെ റീസെന്റ് ഒരു ടൈനി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ ലൈഫിന് ഒരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പർപ്പസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ ബുക്ക് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത് ലൈക്ക് ടേക്ക് ലൈഫ് ആസ് ടൈനി എക്സ്പീരിയൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ഒരു ലീനിയർ ലൈനിന് പകരം think of it as chain loop പോലെ. So you're building the chain which are in loops, but each loop is an experiment where you learn something. So അതുകൊണ്ട് ഞാനിപ്പം ലൈക്ക് ചെറിയ ടൈം ബ്ലോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ ക്യൂരിയസ് ആണെങ്കിൽ ഞാൻ മേ ബി ഒരു സാധനം സെലക്ട് ചെയ്യും. I spend a couple of hours on it a week. So അപ്പം ഞാനിപ്പം മേ ബി എനിക്കൊരു പുതിയ സാധനം ഇൻട്രസ്റ്റിംഗ് എടുക്കും. ഞാൻ ഒരു ഗോൾ സെറ്റിംഗ് ലൈക്ക് ഫോർ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഐ ജസ്റ്റ്
എക്സ്പ്ലോർ ആ ടൈം സ്പേസിൽ നീ അത് അതെ ലൈക്ക് ടൈം സ്പേസ് ആകുമ്പോൾ ലൈക്ക് ഒരു വീക്ക് അങ്ങനെ ലൈക്ക് 2 hours. ഡിപ്പെൻഡ്സ് ഓൺ what the goal is, Okay. what the goal or what the interest is, Mm-hmm. what the curiosity is. Okay. എന്നിട്ട് ഇപ്പൊ ഞാൻ ഫോളോ വെച്ചാൽ എവറി വീക്ക് ഒരു വീക്ക്ലി എന്തുവാ ചെക്ക് ഇൻ പോലെ Mm-hmm. വേർ ഐ വിൽ സേ ഇതിന്റെ സ്റ്റാറ്റസ് പ്രോഗ്രസ്. അതെ ബേസിക്കലി ആ ഗോൾ എനിക്ക് ഞാൻ ക്യൂരിയസ് ഉള്ള കാര്യങ്ങളിൽ ഞാൻ എവിടെ വരെ എത്തി ഉണ്ട് പക്ഷെ അത് നീ എവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്? ഗൂഗിൾ ഡോക്സ്. ഗൂഗിൾ ഡോക്സ്. ടെക്നിക്കലി ഐഡിയലി സ്പീക്കിംഗ് നമ്മളായിരിക്കും മിക്കവാറും ഈ ഗൂഗിൾ എൻവയോൺമെന്റിലാണ് ഇപ്പോഴും നമ്മൾ കൂടുതലും യൂസ് ടു. ഐ തിങ്ക് ആ ഒരു ടൂൾസ് വെച്ചുകൊണ്ട് തന്നെ കുറെയൊക്കെ പ്രൊഡക്ടിവിറ്റി ആപ്സ് ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോട്ടിംഗ് ഡൗൺ ബേസിക്കലി ഞാൻ 3 കോളംസ് ഉണ്ട് ഡിവൈഡ് ചെയ്യാം, പ്ലസ് മൈനസ് ആൻഡ് മറ്റേ നെക്സ്റ്റ് സൈൻ. Okay. So I'll see what went well Okay. during the week and list down it in the plus column. ആ പ്ലസ് കോളത്തിൽ എന്താണ് ആക്ച്വലി നല്ലതായിട്ടാണ്. അത് മറ്റേ സെൽഫ് റെട്രോസ്പെക്ഷൻ. അപ്പം എന്റെ മൈനസിനകത്ത് ലൈക്ക് what didn't go well and next what I And improve. So there is no like a linear goal. ഒരു നമ്മള് എന്തോ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. എല്ലാ ആഴ്ചയും ഒരു ടൈനി. Right. ഞാൻ ബേസിക്കലി ഞാൻ ഇപ്പോഴും ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും റൈറ്റ് ആണ്. ഓൾസ് ഈ ചോക്കൗട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തപ്പോഴും നമ്മുടെ ഒരു ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പുന്ന കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റണം, നോഷൻ പോലെ, ബട്ട് സിമ്പിൾ ആയിരിക്കണം. ബട്ട് എന്നാലും എനിക്ക് തോന്നുന്നു പിന്നെയും ഐ ബാക്ക് ടു ദിസ് കൈൻഡ് ഓഫ് ഞാൻ ഇപ്പം പഠിക്കുമ്പോൾ ഞാൻ റൈറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ, ഭയങ്കര പാടാണ്. ഞാൻ കുറെ നാള് കഴിഞ്ഞിട്ടാണ് റൈറ്റിങ്ങിലോട്ട് വരുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിപ്പോ ഞാൻ റൈറ്റിംഗ് എനിക്ക് സ്ട്രൈക്ക് ഓഫ് എന്ന് പറഞ്ഞ ആ സാധനം കാണുമ്പോൾ ഒരു ഫീലിംഗ് ഫിസിക്കലി. പിന്നെ ഞാനാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തായിരുന്നു ലൈക്ക് ഇഫ് ദേർ ഈസ് എനി വോയിസ് കൈൻഡ് ഓഫ് തിങ്. ഈ ഓക്കെ എഴുതുന്ന ഒരു അഗൈൻ ഒരു ബാരിയർ. പിന്നെ ഞാൻ പറയാം ഡിജിറ്റലി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നല്ലത്. അങ്ങനെ കുറെ ആപ്ഷൻ. പക്ഷെ ഐഡിയലി ഇപ്പോഴും ഞാൻ ആണെങ്കിൽ പെൻ ആൻഡ് പേപ്പർ ആണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്, rather than writing it down. സോ എനിക്ക് പ്രിഫറൻസ് അല്ല. ഇപ്പൊ എന്റെ ടേബിളിൽ പോയി നോക്കി കഴിഞ്ഞാൽ പെന്നും പേപ്പറും വൈറ്റ് ബോർഡ് യൂസ് ചെയ്തില്ല. വൈറ്റ് ബോർഡ് യൂസ് ചെയ്യും. എനിക്ക് എഴുതുന്നതാണ് ചൂട് എനിക്ക് സാറ്റിസ്ഫാക്ടറി കിട്ടുന്നത്. എവിടെയും എനിക്ക് എഴുതുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ മീ, ബിക്കോസ് അതാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് തരുന്നത്. പിന്നെ അല്ലാതെ ഇന്ന ഹോൾ പ്ലാനിങ് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും എഴുതത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ അച്ചീവ് ചെയ്യാൻ നോക്കാറുള്ളൂ ഇൻ എ ഡേ. വെരി വെരി. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു ഇവാലുവേഷൻ നടത്തും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല വർക്കഹോളിക്, അങ്ങനെയല്ല പണ്ട് ശരിയാണ്. പക്ഷെ അത് പണിയെടുക്കുമല്ലേ. ചിലപ്പോ നമ്മൾ പറയുന്നില്ലേ, ചിലപ്പോൾ നമുക്ക് ഈ എത്ര കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിലും കുറെ സാധനങ്ങൾ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നമ്മൾ അതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കുറെ സിസ്റ്റംസ് ഇൻ പ്ലേസ് ആകുമ്പോൾ നമുക്കത് ശരിയല്ലെന്ന് തോന്നും. അപ്പോൾ നമ്മൾ അതിനെ പിന്നെ ഡീവിയേറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഞാൻ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു. എപ്പോഴും ഒരാള് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, ലൈക്ക് അയാൾ ഈ പ്രോസസ്സിനെ തന്നെ, ഈ പുള്ളി ഉണ്ടാക്കിയേക്കുന്ന പ്രോസസ്സ് തന്നെ പിന്നെയും റീഐറ്ററേറ്റ് ചെയ്തത് ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ 2-3 വീക്സ് പുള്ളി ഒരു സിസ്റ്റം പൊമഡോറോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റത്തിനെ ഒന്നുകൂടെ ന്യൂ ആക്കും. സോ വാട്ട് ഇസ് ഹിസ് പെർസ്പെക്റ്റീവ് ഇസ് ലൈക്ക് ഒരു ഫ്രഷ് സിസ്റ്റത്തിൽ കയറുന്നു, ഐ വിൽ ഫീൽ ലിറ്റിൽ മോർ ഫ്രഷ്. എന്നിട്ട് തിരിച്ച് ബാക്ക് ഹി വിൽ കം ടു ദിസ് പൊമഡോറോ. ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് അതിനൊരു കൺസിസ്റ്റന്റ് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പുതിയ സിസ്റ്റം. ബിക്കോസ് നോർമലി പുള്ളിയുടെ തീസിസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ്ലി ഒരു, because we are not in a company, discipline വേണം ഇങ്ങനെയൊക്കെ ഫോളോ. മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് ഡിസിപ്ലിൻ ഇസ് എ പാർട്ട്. അപ്പം നമ്മൾ മടുക്കാൻ ചാൻസസ് കൂടുതലാണ് ഒരു സാധനം തന്നെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. സോ our brain requires a new thing. So a new system നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ ബ്രെയിനിന് സന്തോഷമാകും. അതുകൊണ്ട് it will, but that should not be a complicated one. So simple changes are going to be good. സോ അതാണ് ബേസിക്കലി. ഡൾ ഡേയ്സ് വരാറുണ്ട്. അപ്പോൾ ഡൾ ഡേയ്സ് നമ്മൾ എന്തോ ചെയ്യുന്നത് ടു ഗെറ്റ് ബാക്ക് ഇൻടു ഇറ്റ്?
അത് ഓഫ് കോഴ്സ്. അതെ. അപ്പൊ എനിക്കത് അത് രജിസ്റ്റർ ആയത് അല്ലെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് മനസ്സിലായത് ഞാൻ എപ്പോഴും കൺസിസ്റ്റൻസി കാണുന്നത് ലൈക്ക് ഒരു സ്ട്രീറ്റ് ലൈൻ. Instead of that, think of it as a Wave. Yeah. So as long as that wave moves, it's enough. ഫിലോസഫി. ഫിലോസഫർ നിന്റെ ഡൽഡേസ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഞാൻ പോമഡോറോ യൂസ് ചെയ്യുന്നത്. ഡൽഡേസിനോ? ഞാൻ അതെ, ഇവിടെ എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഡൽഡേസിൽ പോമഡോറോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് എനിക്കറിയാം. അപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴിയാണ്. പോമഡോറോസിന്റെ ഞാൻ 40 minutes ഫോക്കസ് ചെയ്യാം, വേറെ ഞാൻ നോക്കണ്ട. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പോമഡോറോ യൂസ് ചെയ്യുന്ന നീ ഫോക്കസ് എങ്ങനെ കൊണ്ടുവരുന്നത്? ബേസിക്കലി ആ ഡൽഡേ ബ്രെയിൻ ഓൾറെഡി ഡിസൈഡഡ് ദാറ്റ് ഇറ്റ് ഈസ്. അതെ, അപ്പൊ ഞാൻ 40 minutes കഴിഞ്ഞ് എനിക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ വർക്ക് നോക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് 40 minutes മാത്രം നോക്കിയാൽ മതിയോ എന്നുള്ള ഇതിലാണ് നമ്മൾ തുടങ്ങുന്നത്. ചിലപ്പോൾ ആ ഫ്ലോ സ്റ്റേറ്റ് വന്ന് പിന്നെ ടൈമർ ഒന്നും നോക്കത്തില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യും. പക്ഷെ അത് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു വിൽ ബി കണ്ടിന്യൂയിങ് ദാറ്റ്. ഇറ്റ് ക്യാൻ ഓക്കെ. എനിക്ക് പക്ഷെ ഡൽഡേ ഡൽഡേ ഒക്കെ വരാറുണ്ട് കേട്ടോ. ഡൽഡേ ഒക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. ഡൽഡേയില് നോർമലി എനിക്ക് പിന്നെ പണിയെടുക്കാനുള്ള ഒരു മൂഡിലായിരിക്കത്തില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. ബിക്കോസ് ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഞാൻ ഫോഴ്സ് ചെയ്ത് വർക്ക് ചെയ്തില്ല. ഒന്നെങ്കിൽ ജസ്റ്റ് ഗീവ് ഇറ്റ് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്യും. ബിക്കോസ് ഞാൻ കൂടുതലും അങ്ങനെ ബ്രേക്സ് എടുക്കാറില്ല. അപ്പം ഇനി ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതങ്ങ് ബ്രേക്ക് ആകണം എന്നുള്ള വിചാരത്തോടെ തന്നെ അതങ്ങ് ഫുള്ള് ഓഫ് ചെയ്യും. അപ്പം ചിലപ്പം ഉറങ്ങും, അല്ലെങ്കിൽ മോസ്റ്റ്ലി വേറെ എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്തെങ്കിലും. ഇറ്റ്സ് ലൈക്ക് മനസ്സിലായി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് ഇട്ട് പോകും. അപ്പം എനിക്ക് അതാണ് ഒരു കംഫർട്ടബിൾ സ്പേസ് എന്ന് തോന്നിക്കഴിഞ്ഞു. VS Code ഞാൻ ഭയങ്കര VS Code കസ്റ്റമൈസ്ഡ് അല്ല, VS Code ആണ്. പണ്ട് ഞാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു മറ്റേ ഗിറ്റബിന്റെ അല്ല, ഗിറ്റബിന് മുമ്പേ സബ്ലൈം വെച്ചായിരുന്നു. സബ്ലൈം കഴിഞ്ഞിട്ട് ആറ്റം കഴിഞ്ഞിട്ട് VS Code വന്നിട്ടോ പിന്നെ അവിടെ ഒരു ജെറ്റ് കൂടെ യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്തത് ജാവ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ജാവ എഡിറ്റർ എനിക്ക് പേര് പോകുന്നില്ല. ഇന്റലിജന്റ്. അതെ അതെ, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഗീവറും കാര്യങ്ങളുണ്ട്. എനിക്ക് നമ്മുടെ ആ മോഡൽ സ്പെസിഫിക് ഭയങ്കര സൂപ്പറായിരുന്നു. റീഫാക്ടറിങ് നമുക്കിപ്പോ ഒരു മെത്തേഡ് റീഫാക്ടർ ആണെങ്കിൽ അത് കുറച്ചുകൂടെ പവർഫുൾ. ടെസ്റ്റ് റൺ ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഈ ഫീച്ചേഴ്സ് അല്ലേ ഇല്ല. ഞാൻ VS കോഡില് അത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫറബിൾ ആണ്. ഇപ്പൊ നമ്മൾ എഡിറ്റർ മാറ്റി കഴിഞ്ഞാലും ആ കീ ബൈൻഡിങ്സ് എല്ലാ മിക്കവാറും എല്ലാ സപ്പോർട്ട് ചെയ്യും. ലൈക് ഫോർ എക്സാമ്പിൾ ഞാൻ VS കോഡിൽ നിന്ന് ജെറ്റ് ബ്രേസിന് സ്വിച്ച് ചെയ്യും. വിം കീ ബൈൻഡിങ്സ് എനിക്ക് ജെറ്റ് ബ്രേസിനും കിട്ടും. അപ്പൊ എനിക്ക് ലെസർ ലേണിംഗ് ഞാൻ ടെർമിനലിലും വിം കീ ബൈൻഡിങ്സ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് പിന്നെ അപ്പ് ഡൗൺ ഒക്കെ. വിമിന്റെ ബേസിക് ഒരു ആ ഒരു എഡിറ്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു ടെക് പീസ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെ ക്വിക്ക് എഡിറ്റ്സ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇത് യൂസ് ചെയ്യുന്ന ആളിനും നല്ല ഫോക്കസ് വേണം. ബിക്കോസ് യു നീഡ് ടു നമ്മുടെ മൂവ്മെന്റ്സും ഒരുമിച്ച് മസിൽ മെമ്മറി.
ഒരു വേർഡ് ഡിലീറ്റ് ആണെങ്കിൽ പ്രസ് DW. അത് ആ ഒരു അതൊരു ഇനീഷ്യൽ ലേണിംഗ് കർവ് അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം എഫോർട്ട് എടുത്തിട്ടുണ്ട് ലൈക്ക് പേഴ്സണലി അത് സെറ്റപ്പ് ചെയ്യാൻ അതിനെ പിന്നെ ഓട്ടോ കംപ്ലീറ്റ് അതാണ് നമ്മള് VS Codeലുള്ള ഗുണം. ബിക്കോസ് ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ ആ സെറ്റപ്പിലൂടെ പോകേണ്ട ആവശ്യമില്ല. അല്ല ഞാൻ ആ സെറ്റപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ പഠിക്കാൻ വേണ്ടി ലൈക്ക് ഹൗ ഡു യു ഡു എനിക്ക് തോന്നുന്നു നിയോവിൽ യൂസ് ചെയ്ത് അതിന്റെ പ്ലഗിൻസും അതിന്റെ കാര്യങ്ങളൊക്കെ. സോ യു ക്യാൻ ബിൽഡ് ദാറ്റ് എഡിറ്റർ, ആ ഒരു എഡിറ്റർ ബിൽഡിംഗ് പ്രോസസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എനിക്ക് മാത്രം പഠിച്ചു. നമുക്കറിയാം ക്വിറ്റ് ചെയ്യാനാണോ അതോ യൂസ് ചെയ്യാനാണോ? ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ടെർമിനൽ ബേസ്ഡ് ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ കീ ബൈൻഡിങ്സ് യൂസ് ചെയ്യാറുണ്ട്. അല്ല നമുക്കിപ്പോ ഒരു VM എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻസ് ലിമിറ്റഡ് അല്ലേ? ബേസിക്സ് അറിയണം. പക്ഷെ നിങ്ങളുടെ VS Codeന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് സെറ്റിംഗ്സ് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആകെ ഇപ്പൊ ഞാൻ VS Code പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്യുമ്പോൾ ആകെ ഇൻസ്റ്റോൾ പ്ലഗിന് വിം ആണ്. അത് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് ആണോ അതിന്റെ എക്സ്റ്റൻഷൻസ് അത്രയുള്ള ഡിപ്പെൻഡൻസി. ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു ടൂളല്ല സ്ക്രിപ്റ്റ് പോലെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. VS Code ഒക്കെ തന്നെയാണ്, പക്ഷെ ഡിഫോൾട്ട് ആയിട്ട് VS Code ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അതൊരു ഫോസ്റ്റ് സാധനം ഞാൻ എനിക്ക് ഉണ്ടാക്കണമെന്ന് ഒരു ആഗ്രഹമില്ലായിരുന്നു. ദ റീസൺ അതായിരുന്നു റീസൺ. അപ്പം ബേസിക്കലി പല സിസ്റ്റത്തിനകത്തുനിന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഈ മാനുവലി എല്ലാം പോയി ഇൻസ്റ്റാൾ ചെയ്ത്, അപ്പം ഞാൻ അതിനുവേണ്ടി ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ. ബട്ട് അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ VS Codeനകത്ത് ഡെഫിനറ്റ്ലി ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് കുറച്ച് ഏരിയാസസ്. പിന്നെ ഗിറ്റബിന് എങ്ങനെ ഏലിയാസ് യൂസ് ചെയ്യും? ഗിറ്റബിനോ അത് ഗിറ്റിനോ? ഗിറ്റിന് യൂസ്. പക്ഷെ ഇപ്പൊ ഞാൻ കൂടുതലും GitHub CLI ഇപ്പൊ റെപ്പോ ക്ലോൺ ചെയ്യണമെങ്കിൽ GH റെപ്പോ ക്ലോൺ അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ GitHub CLI വരുമ്പോൾ നമ്മൾ പുതിയ മെഷീൻ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതാണ് കുറച്ചുകൂടെ എക്കണോമിക്. ബിക്കോസ് നമ്മള് ഇപ്പൊ ഞാൻ SSH യൂസ് ചെയ്യുന്ന ഒത്തന്റിക്കേഷൻ. അപ്പം അത് സെറ്റപ്പ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ GitHub CLI. അപ്പൊ നമ്മൾ ജസ്റ്റ് ലോഗിൻ മെത്തേഡ് ഒത്തന്റിക്കേഷൻ മെത്തേഡ് SSH കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസിന്റെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞാനാണെങ്കിൽ അപ്പം നമ്മൾ കൊടുക്കണമല്ലോ ലിങ്ക് സാധനം ഓണർ ആയിരിക്കണം പറഞ്ഞു. അപ്പം അതും എനിക്കൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പം ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഈ സാധനം. അപ്പൊ ഇങ്ങനൊരു സാധനം ഞാൻ GitHub CLI യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നോക്കുമ്പോൾ ഒരു PR ഓപ്പൺ ചെയ്യണം വെബിനകത്ത്, അതും സിമ്പിൾ ആണ്. ഞാൻ UI വേർഷൻ യൂസ് ചെയ്തത്. അല്ല GitHub ഡെസ്ക്ടോപ്പ് അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, GitHub ഡെസ്ക്ടോപ്പ്. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര സിമ്പിൾ ആണ്, എല്ലാം കാണും അതിനകത്ത്. അല്ല ഈ ഭയങ്കര ഈസിയാണല്ലോ ഞാൻ GitHubൽ ഡയറക്ട്ലി പോയി PR റേസ് ചെയ്യാറില്ല. ഇപ്പം നമ്മള് ഒരു GitHub നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ ലോക്കലി ബ്രാഞ്ച് ചെക്കൗട്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മളെ ബ്രാഞ്ച് വർക്ക് ചെയ്യുക, നമുക്ക് PR ക്രിയേറ്റ് ചെയ്യാം. നോർമലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി പുഷ് ചെയ്യണം ഒരു ബ്രാഞ്ച് GitHub വെബിൽ PR ക്രിയേറ്റ്. പക്ഷെ GitHub CLI ഉണ്ടെന്നുണ്ടെങ്കിൽ GHPR ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രാഞ്ച് പുഷ് ചെയ്യും, PR ക്രിയേറ്റ് ചെയ്യും. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ സെയിം തിങ്, ബട്ട് ഈ CLI ആയിരിക്കും അതിന്റെ ബിഹൈൻഡ് ദ സീൻസ്. ബിക്കോസ് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ
ഡെസ്ക്ടോപ്പ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ പ്ലഗിൻ ഗിറ്റബ് VS കോഡിനകത്ത് ആ പ്ലഗിൻ വന്നപ്പോൾ ഇറ്റ് ഈസ് ഈവൻ മോർ ഈസിയർ. അപ്പം VS കോഡിനകത്ത് എക്സ്റ്റൻഷൻ ഗിറ്റബ് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ ആ സെറ്റിംഗ്സിൽ തന്നെ എനിക്ക് PR റേസ് ചെയ്യാം, എല്ലാം ഫുൾ തിങ്സ് എനിക്ക് അവിടെ തന്നെ വരും. അപ്പം ദാറ്റ് ഇസ് വെരി യൂസ്ഫുൾ. അതൊരു വൺ ഓഫ് ദ മെയിൻ എക്സ്റ്റൻഷൻ ആണ്. പിന്നെ ഗിറ്റബ് കോപ്പൈലറ്റ് ഇപ്പൊ നമുക്ക് അറിയാം, അത് ബേസിക്കലി അത് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ്മാൻ ഞാൻ എങ്ങനെ API ടെസ്റ്റിംഗ് ചെയ്യാറില്ല. REST API ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. GraphQL predominantly GraphQL അവിടെ സ്വന്തം ഒരു ടൂൾ ഇല്ലേ? ഗ്രാഫിക്കൽ യൂസ് ചെയ്തോണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റ്മാൻ ചെറിയ ചെറിയ കേളാണ് എർഗോണമിക്. ഒരു വൺ പ്രോഡക്റ്റ് ഫ്രം ഇന്ത്യ ലൈക്ക് വിച്ച് വെന്റ് വൈറൽ അക്രോസ് different countries is like even like Western countries accept the product like from the developers point of view, which is like Postman. So Postman Indian now. Postman Indian. Postman browser stack Indian. Browser stack is for testing all the apps and all of those. Postman officer അവര് ഹെവിലി ഇന്ത്യൻ. അതുകൊണ്ടായിരുന്നു അത് ആൾക്കാർക്കൊരു ദിസ് ഇസ് ഇന്ത്യൻ ആപ്പ് എന്ന് പറയുന്ന അവർക്കൊരു ഇത് വന്നു. ബേസിക്കലി ആ ടൂള് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ബട്ട് ഇപ്പൊ അവര് അവരുടെ AI മറ്റേതും എല്ലാം കൂടെ കുത്തിക്കയറ്റി ഡിസ്കവറബിലിറ്റി ഭയങ്കര കുറവാണ്. ഒരു ഏജന്റ് താഴെ നമുക്കുണ്ട്, പോസ്റ്റ്മാൻ AI ഏജന്റ്. പക്ഷെ the problem is little ഇച്ചിരി too much ആണ്. അവരത് എനിക്ക് തോന്നുന്നു like from a business point of view maybe like they are also thinking like what next എന്നുള്ള രീതി. ഫസ്റ്റ് ഒരു curl command സ്റ്റാർട്ട് UI ഉണ്ടാക്കിയതാണെങ്കിലും like afterwards now it's becoming little more there are so much things in Postman. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അല്ലാതെ ആസ് എ പ്രോഡക്റ്റ് ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ പ്രോഡക്റ്റ്, റിയലി ഗുഡ് പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ കേരളയിൽ മറ്റേ ഹോപ്പ് സ്കോച്ച് പോസ്റ്റ്മാൻ ആയിട്ട് തുടങ്ങി. ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. അതിനകത്ത് ഇച്ചിരി നീറ്റുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ ഗോ ടു ഇപ്പൊ ഞാൻ എല്ലാം VS കോഡിനകത്താണ്. യെസ്. സോ VS കോഡിനകത്ത് അഗെയിൻ പോസ്റ്റ്മാന്റെ പോലെ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, പോസ്റ്റ്മാന്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. സോ നമുക്ക് VS കോഡ് വിട്ടിട്ട് പുറത്തോട്ട് പോകണം. VS കോഡിൽ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റ്മാന്റെ ഒരു ഏജന്റ് ഉണ്ട്. പോസ്റ്റ്മാൻ ഏജന്റ് നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് എനിക്ക് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ലോക്കൽ യൂസിലുള്ള APIs ബാക്കി എല്ലാ കാര്യങ്ങളും VS കോഡിൽ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് പോകാം. സോ ഇറ്റ്സ് പ്രിറ്റി യൂസ്ഫുൾ. പിന്നെ നിങ്ങളുടെ ഡെവലപ്പർ ടൂൾസ് ഇതാണോ നിങ്ങളുടെ ഗോ ടു സൊല്യൂഷൻസ്? എന്താണ് നിങ്ങളുടെ VS കോഡ് മാത്രമേ ഉള്ളൂ, VS കോഡ് ഗിറ്റബ് മാത്രമാണോ, അതോ എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുമോ? ടെർമിനൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റീസെന്റ് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഗോസ്റ്റി എന്ന് പറഞ്ഞ ടെർമിനൽ, ഹാഷികോർപ്പിന്റെ ഫൗണ്ടർ ഉണ്ട്, മിഷേൽ ഹാഷിമോട്ടോ. പുള്ളി ഇപ്പം കമ്പനിന്നൊക്കെ എക്സിറ്റ് ചെയ്തോണ്ട് പുള്ളി റീസെന്റ് വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു ടെർമിനൽ എമുലേറ്റർ ആയിരുന്നു. അപ്പൊ അതാ ഗോസ്റ്റി അതിന്റെ പേര്. അത് ബേസിക്കലി നമ്മുടെ ഒരു പുതിയ ലാംഗ്വേജിൽ എഴുതിയേക്കുന്നത്. അപ്പം അതാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഷെല്ല്, പുതിയ ഷെല്ല് യൂസ് ചെയ്യുന്നത്, ഫിഷ് ഫിഷ് ആക്കി. മറ്റേ ഈ ടെർമിനൽ മറ്റേ ഹൈപ്പർ അത് സിമ്പിൾ പുതിയ അലാക്രിറ്റി എന്ന് പറഞ്ഞ ടെർമിനൽ ഉണ്ടായിരുന്നു. അത് റസ്റ്റിൽ എഴുതിയ ടെർമിനൽ. അതിന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്ത് ടെർമിനൽ സെയിം ആണ് ഗോസ്റ്റ്. പക്ഷെ എനിക്ക് കറക്റ്റ് ഡിഫറൻസ് ഒന്നും അറിയത്തില്ല. ഞാനത് ജസ്റ്റ് അതിനകത്ത് ഇപ്പം സ്പ്ലിറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് എടുക്കും. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സീഷിനകത്ത് ഒരു ടീമക്സ് എന്ന് പറഞ്ഞ ടെർമിനൽ സ്പ്ലിറ്റ്സ് ചെയ്തോണ്ടിരുന്നു.
അത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഇതിനകത്ത് നേറ്റീവ്ലി അത് സപ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഓക്കെ ഓക്കെ ഞാൻ റാപ്പ് യൂസ് ചെയ്യുന്നത് WRAP. സോ ബേസിക്കലി റാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഓട്ടോ കംപ്ലീഷൻ ഇസ് അമേസിംഗ്. ലൈക്ക് മെമ്മറി കോണ്ടെക്സ്റ്റ് ഉണ്ടായത്. എന്നിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് AI ഏജന്റിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പം നിന്റെ കമാൻഡ്സ് അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പോസിബിൾ കമാൻഡ് ആണ് ഇതാണ് പോസിബിൾ ഇതായിരിക്കും റൺ ചെയ്യേണ്ട സാധനം എന്ന് പറയും. ഇൻ കേസ് എനിക്ക് കമാൻഡ് ടെർമിനലിനകത്ത് എറർ വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യും. ആ കമാൻഡ് കറക്റ്റ് ആക്കും. എന്നിട്ട് നീ ആ കമാൻഡ് എപ്പോഴേലും എനിക്ക് ഫ്യൂച്ചറിൽ ആവശ്യമാണെങ്കിലും അത് വൺ ഓഫ് ദ നിന്റെ മോസ്റ്റ് യൂസ്ഡ് കമാൻഡ്സ് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വെച്ചുകൊണ്ട് അത് തന്നെ നമുക്ക് ഇതല്ലേന്ന് അവർ ചോദിക്കും. നീ ജസ്റ്റ് ക്ലിക്ക് ഓഫ് ആരോ ഞെക്കി കഴിഞ്ഞത് ഓട്ടോ കംപ്ലീറ്റ് ആവും. സോ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ചില ടൂൾസിന് ടെർമിനൽ ബേസ്ഡ് ടൂളിങ്സ് ഉണ്ടല്ലോ, CLIയുടെ അത് എനിക്ക് ഈ AI ഏജന്റ് ജസ്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ അത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ ചോദിച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി നമ്മളോട് പറയും ഇന്ന കമാൻഡാണ് ഇന്ന ഇതുപോലെ യൂസ് ചെയ്യേണ്ടത്. സോ CLI ടൂൾസ് പെർസ്പെക്റ്റീവിലും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു റാപ്പ് റസ്റ്റിലായിരിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണമുണ്ട്. ബിക്കോസ് ഹാങ് ആവാൻ ചാൻസസ് ഇതുവരെ എനിക്ക് പിന്നെ അത് ഉണ്ട്. സോ ഞാൻ പറയാം ഹൈപ്പർ എന്ന് പറഞ്ഞ ടെർമിനൽ യൂസ് ചെയ്യാൻ. അപ്പം അതാ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് ശരി. അപ്പം ലൈക്ക് എവിടെ നമുക്കത് അറിയത്തില്ലെങ്കിൽ ലൈക്ക് ഇപ്പൊ നീ കൊറേ ലോഗ്സ് എനിക്കിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ടെർമിനൽ തന്നെ നിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പം ആൻഡ് പ്രൊവൈഡഡ് എനിക്ക് കുറെ സെർവേഴ്സ് എനിക്ക് കുറെ പ്രോസസ്സേഴ്സ് റണ്ണിങ് ആണെങ്കിൽ ആ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചർ റിച്ച് ആണ്. അപ്പം ഈ ഒരു റാപ്പിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ UI തന്നെ ഭയങ്കര മോഡേൺ ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ടെർമിനൽ ലുക്കിംഗ് അല്ല, ഇറ്റ്സ് കൂടെ GUI പെർസ്പെക്റ്റീവിൽ അതിനൊരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി സ്മൂത്ത്. അതാണ് ആ ഒരു ഹാങ്ങിങ് ഇല്ല. ഇറ്റ്സ് ലൈക്ക് സ്മൂത്ത്, സ്ക്രോള് സ്മൂത്ത് ആണ് എല്ലാം. സോ ഐ തിങ്ക് ഇറ്റ്സ് എഞ്ചിനീയറിംഗ്ലി ഒരു ഭയങ്കര പാടായിരുന്നു ഈ ഒരു എവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ലൈക്ക് ആ ടെർമിനൽ ഉണ്ടാകാൻ. അതായത് അവരുടെ എഞ്ചിനീയറിംഗ് ബ്ലോഗിൽ എനിക്കൊന്ന് ഞാനത് അതാണ് ലിങ്ക് ചെയ്യണം. ബട്ട് ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് റസ്റ്റില് ഈ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് കോമ്പണൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. റസ്റ്റ് ഇസ് എ മോർ ലൈക്ക് എ സിസ്റ്റം ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ന്യൂവർ ആണ്. അപ്പൊ വെബ് കോമ്പണൻസ് അങ്ങനത്തെ ആ കോമ്പണൻസ് UI കോമ്പണൻസ് ഭയങ്കര ഹാർഡായിരുന്നു ഇങ്ങനത്തെ കേസിൽ. പിന്നെ മറ്റേ ടാബിംഗ് ഒക്കെ അതൊക്കെ ഭയങ്കര ബ്രൗസർ ഫീലാണ്. നമുക്ക് പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വിൻഡോസ് നൈസായിട്ട് ഓപ്പൺ ചെയ്യാം. സ്പ്ലിറ്റ് ആണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റിയലി ഗുഡ്. ആൻഡ് ഗിറ്റിന്റെ കുറെ ഹൈലൈറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഫൈലിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗിറ്റ് പോയിട്ട് സിംഗാണ്. അപ്പോൾ നിന്റെ പ്രൊഫൈൽ നിന്റെ ഓൺ സ്ക്രിപ്റ്റ്സ് ഉണ്ടെങ്കിൽ നിനക്ക് ഡയറക്ട്ലി അതുമായിട്ട് സിങ്ക് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം അത് ഒരു ടെർമിനൽ വൈസ് അത് കുറെ മറ്റേ നേരത്തെ ഐറ്റം ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഐറ്റം റാപ്പിലോട്ട് ഞാൻ അതിന്റെ പേരും ഉണ്ട്, റാപ്പ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു സാധനം. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ അതാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഫ്രണ്ട് എൻഡ് വൈസ് ഫ്രണ്ട് എൻഡ് ടൂളിങ് ആ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ VS കോഡ് ബ്രൗസർ ലാബ് ടെസ്റ്റ് അല്ല, ബ്രൗസർ ടെസ്റ്റിങ്ങിന് വേണ്ടി ബേസിക്കലി കുറച്ച് ടൂൾസ് യൂസ് ചെയ്യും. അതല്ലാതെ വേറെ ടൂൾസ് യൂസ് ചെയ്യുന്നത് അതാണെങ്കിലും റിക്വസ്റ്റ്ലി എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഞാൻ യൂസ് ചെയ്യും. റിക്വസ്റ്റ് മോണിറ്ററിംഗ്, റിക്വസ്റ്റ് മാപ്പിംഗ്. അതെനിക്ക് ഈയിടയ്ക്ക് ഒരു അക്വിസിഷൻ നടന്നത് റിക്വസ്റ്റ്ലി നല്ലേ സിമ്പിൾ ടൂളാണ്. MITM പ്രോക്സി എന്ന സാധനം യൂസ് ചെയ്യാം. അത് ലൈക്ക് നമ്മള് അപ്സ്ട്രീമിന് സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബേസിക്കലി പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് മോണിറ്റർ ചെയ്യണം. അപ്പൊ നമുക്ക് ആ പ്രോക്സിയിൽ നമുക്ക് സെലക്ട് ചെയ്യണം ഈ ആപ്പിന്റെ റിക്വസ്റ്റ് എല്ലാം ഇതിൽ കൂടെ പ്രോക്സി ചെയ്യണം. ഇത് ആ ചാനലിൽ കൂടെ ആയിരിക്കും അത് പോകുന്നത്. അപ്പൊ നമുക്ക് ആ റിക്വസ്റ്റ് എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും.
ഇപ്പം ഗോ CLI ആപ്ലിക്കേഷൻസിനാണെങ്കിൽ എനിക്ക് ഗോ പ്രോക്സിയോ അങ്ങനെ എന്തോ ഒരു എൻവോൺ വേരിയബിൾ സെറ്റ് ചെയ്ത് ഈ പ്രോക്സിയുടെ URL കൊടുത്തു കഴിഞ്ഞാൽ ട്രാക്ക് മേക്ക് ചെയ്യുന്ന റിക്വസ്റ്റ് എല്ലാം ആ പ്രോക്സിയിൽ അപ്പൊ നമുക്ക് ആക്ച്വലി എന്തൊക്കെ റിക്വസ്റ്റ് എല്ലാം ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ എൻഗ്രോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനാണോ? ബാക്കിന്റെ ആയിട്ട് ലോക്കൽ എക്സ്പോസ് ഒരു ടണൽ പോലെ. അപ്പൊ അതൊരു നല്ലൊരു ടൂളാണ്. ടെസ്റ്റിങ്ങിന് നല്ലതായിട്ട് യൂസ്ഫുൾ ഒരു സാധനമാണ്. അല്ലാതെ എനിക്കൊന്ന് ഡെവലപ്മെന്റ് പെർസ്പെക്ടീവില് VS കോഡിന് ഒട്ടുമിക്ക സെറ്റപ്പ് ചെയ്യും. അതിനകത്താണ് മൊത്തം ഇരിക്കുന്നത്. പിന്നെ അല്ലാതെ എക്സ്റ്റേണലി ടൂൾസ് യൂസ് ചെയ്യുന്നത് ഈ റാപ്പും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈക്ക് അതല്ലാതെ എനിക്ക് തോന്നില്ല എന്തെങ്കിലും. എനിക്ക് നമ്മളെല്ലാവരും മിനിമൽ അല്ല, ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ നമ്മള് ഭയങ്കര മിനിമലിസ്റ്റിക് ആണ്. പ്രൊഡക്ടിവിറ്റി ഗുരുസ് ആ ഒരു ഇതല്ലല്ലോ ഫോളോ ചെയ്യുന്നത്. അതൊരു പെർസ്പെക്റ്റീവ് ആണ്. പിന്നെ ലൈക്ക് ഫിഗ്മ ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഫിഗ്മ സ്യൂട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ഫിഗ് ജാമർ. ജസ്റ്റ് സ്പീഡല്ല അല്ലല്ല N3 ബോക്സ് എനിക്കൊന്നും പെയ്യണല്ല തോന്നുന്നു. ഫിഗ് ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്രാമിംഗ് ബോർഡ് draw.io പോലെ സഫിസ്റ്റിക്കേറ്റ് അല്ല സിമ്പിൾ ആണ്. അത് നല്ല ഒരു വൈറ്റ് ബോർഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ട്യൂൺ ചെയ്തെടുക്കാം. വൈറ്റ് ബോർഡ് ആണെങ്കിലും ഡിസ്കഷൻ മീറ്റിംഗ്സ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഏത് പെർസ്പെക്റ്റീവിലും നമുക്ക് ആ ടൂൾ ഭയങ്കര ഫ്ലെക്സിബിൾ. അപ്പം ഡ്രോയിങ്സിനൊക്കെ നല്ലതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു കോൾസിനകത്ത് എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് എല്ലാം അലൈൻ ചെയ്യും. വൈറ്റ് ജാം ഗൂഗിൾ സ്വീറ്റിൽ യൂസ് അങ്ങനെ ജാം സംതിങ്. എനിക്ക് അത് പക്ഷേ ഞാൻ അത്ര യൂസ് ചെയ്തു. ഒരു വാരം കൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു മീറ്റിങ്ങിന്. എനിക്ക് അത്ര അങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സൂമിന്റെ വൈറ്റ് ബോർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സൂമിന്റെ ഒരു വൈറ്റ് ബോർഡ് അത് ഫ്രീ നമ്മൾ ഓർഗനൈസ് പേഴ്സണൽ യൂസിന് ഫ്രീ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ഞാൻ ഈ ഇടയ്ക്ക് ഫിഗ്മ ഇച്ചിലൂടെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഡിസൈനിന്റെ പെർസ്പെക്റ്റീവില് മാത്രമല്ല, മറ്റേ AI ഒക്കെ വന്നപ്പോൾ ഇപ്പം നമുക്ക് മറ്റേ MCP പ്രോട്ടോകോൾ ഒക്കെ അവർ അനൗൺസ് ചെയ്തപ്പോൾ ഈ ഇടയ്ക്ക് മറ്റേ ക്ലോഡിന്റെ കൂടെ ഫിഗ്മ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരാൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു. പ്രതികൂല 80% ഓഫ് കോഡ് അതുപോലെ തന്നെ കവർ ചെയ്ത ഒരു ഫിഗ്മ തന്നെ റിലീസ് ചെയ്തുകൊണ്ട് അവർക്കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പം ഫിഗ്മയുടെ സ്റ്റൈൽ. പിന്നെ അത് മാത്രമല്ല, ഫിഗ്മ ഓൾമോസ്റ്റ് പ്രസന്റേഷൻസും ആ ഒരു ലൈനിലോട്ടും അവർ ക്രാക്ക് ചെയ്യാൻ തുടങ്ങി. പ്രസന്റേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്യാൻവ എനിക്ക് ഓർമ്മ. ക്യാൻവ യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കാർഡ്സും പോസ്റ്റേഴ്സും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ഒരു ഗോ ടു ടൂളാണ് ക്യാൻവ. അത് മാത്രമല്ല, ലൈക്ക് ആസ് എ പ്രോഡക്റ്റില്, ഫ്രം എ പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവില് ആ ടൂൾ ഭയങ്കര സ്റ്റേബിൾ ആണ്, സ്മൂത്ത് ആണ്, വെരി സെൻസിബിൾ പ്രൈസിങ്, ലോജിക്കൽ. എനിക്ക് അങ്ങനെ വലിയ യൂസ് ഇല്ല. അപ്പം ഞാൻ ഇന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് റെസ്ട്രിക്ഷൻ. ഫുൾ സാധനം ഓപ്പൺ ആണ്, യു ക്യാൻ യൂസ് ഇറ്റ്. ആൻഡ് ലൈക്ക് റിയലി ഗുഡ്. ഒരു കൺസ്യൂമറിനെ ഒത്തിരി അട്രാക്ട് ചെയ്ത് റീറ്റെൻഷൻ ഇസ് വെരി ഗുഡ് ഇൻ ക്യാൻവ. പിന്നെ എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പിന്റെ ഒരു ലൈക്ക് സിംപ്ലിഫൈഡ് വേർഷൻ ആൻഡ് വെരി വെരി അണ്ടർസ്റ്റാൻഡബിൾ വേ അവരത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഗോ ടു സാധനമാണ്. ഇപ്പൊ ഞാൻ ഒത്തിരി കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് കാർഡ്സ് ആണെങ്കിലും ചില ലാൻഡിംഗ് പേജസ് ഡെമോ ചെയ്യാനാണെങ്കിലും അത് വെച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രസന്റേഷൻസ് പരിപാടിയൊക്കെ ഇപ്പം ക്യാൻവയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഫിഗ്മ പിന്നെ ഡിസൈൻ നമ്മുടെ ഫ്രണ്ട് ആൻഡ് UI UX പെർസ്പെക്റ്റീവില് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യും. നിങ്ങൾ റെക്കോർഡിംഗ് അങ്ങനത്തെ ഞാൻ OBS യൂസ് ചെയ്യുന്നത്. ഞാൻ OBS യൂസ് ചെയ്യുന്നത് മിക്കവാറും എന്റെ റെക്കോർഡിങ്സ്. പിന്നെ ഈ ഇടയ്ക്ക് മാക്കിലോട്ട് സ്വിച്ച് ചെയ്ത് മറ്റേ മാക്കിന്റെ സ്ക്രീൻ റെക്കോർഡിങ് ക്യൂബ് ടൈം വെച്ചിട്ട് നമുക്ക്
റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ലൂം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലൂമിന്റെ ഒരു വലിയ യൂസറാണോ? യൂസറാണ്. ലൈക്ക് കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫസ്റ്റ് തിങ് അതിനെ ക്യാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ആരെയും ലൂം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ട്രാക്ക് ന്യൂസ് ട്രാക്ക് ചെയ്യാം. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ കമന്റിങ് എന്ന് വെച്ചാൽ ഒരു ടൈം സ്റ്റാമ്പില് നമുക്ക് ഓരോ ടൈം സ്റ്റാമ്പിൽ അത് കമന്റ് ചെയ്ത് പോവാം. സോ ഫോർ ഗെയിനിങ് ഫീഡ്ബാക്സ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ലൈക്ക് പേഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ടൂൾസിനകത്ത് പേ ചെയ്ത സബ്സ്ക്രിപ്ഷൻ? ഞാൻ ജെറ്റ് ബ്രെയിൻസ് പേ ചെയ്താ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കേഴ്സർ പേ ചെയ്താ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ പേ ചെയ്ത് യൂസ് ചെയ്യുന്നത് യൂട്യൂബ് പ്രീമിയം. ഞാൻ ബേസിക്കലി എടുത്തത് കൂടുതലും ഈ ടോക്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. ഓക്കെ ഓക്കെ, മനസ്സിലായി. നിങ്ങളപ്പം എന്തുവാ എന്തെങ്കിലും ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടോ? ഫ്ലോസ് എന്തെങ്കിലും സ്പെസിഫിക്കലി ഒന്നും ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. ഓട്ടോമേഷൻ എന്തോ ഓട്ടോമേഷൻ നീ ഇപ്പൊ ഡെയിലി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ടാസ്ക് മൂവ് ചെയ്യുന്നതും ഈ സാധനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതും കാലണ്ടർ ബ്ലോക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ല. അങ്ങനെ അത്രയും ഒന്നും ചെയ്യുന്നില്ല. ആവശ്യം വന്നിട്ടില്ല. ഞാൻ ബേസിക്കലി ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഐഡിയലി സ്പീക്കിംഗ് എഐയുടെ ബൂം വന്ന പിന്നെ ലൈക്ക് കുറെയൊക്കെ ഞാൻ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. അഡ്വാൻറ്റേജ് വാട്ട് ഐ സോ ഇസ് ലൈക്ക് ബേസിക്കലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇച്ചിലൂടെ സേവ് ചെയ്യാം, പിന്നെ ഒത്തിരി ടൈം കിട്ടുന്നതുകൊണ്ട്. വൺ തിങ് ദാറ്റ് ഐ ട്രൈഡ് ഇസ് ലൈക്ക് എനിക്ക് എല്ലാ ദിവസവും ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഈ ഇപ്പൊ ഞാൻ ഇച്ചിലൂടെ ലൈക്ക് പ്രോഡക്റ്റ് റിക്വയർമെന്റ്സോ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ ഇതിനകത്ത് ഇത് ചെയ്തേക്കെന്ന് വെച്ചാൽ ഒരു റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ അത് ബേസിക്കലി നമ്മുടെ ChatGPT-യിലോട്ട് പോയി അവിടെ ബേസിക്കലി അതിന്റെ PRDയുടെ ഒരു ടെംപ്ലേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഫിൽ ചെയ്തിട്ട് നമ്മള് പിന്നെ അപ്പൊ നമുക്കത് മെയിലായിട്ട് സെൻഡ് ചെയ്യും, ജിമെയിലായിട്ട്. നമുക്ക് ആ ബേസിക്കലി നമ്മുടെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഈ N8 എന്ന് പറഞ്ഞൊരു ടൂൾ. ഓക്കെ. അപ്പൊ അത് ബേസിക്കലി ഈ വർക്ക് ഫ്ലോ ഡയഗ്രാം ചെയ്യാം. സോ ആ ടൂൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് ഞാനത് ലൈക്ക് ബേസിക്കലി വൺ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇറ്റ്സ് റിയലി ഗുഡ് ബിക്കോസ് എനിക്ക് ബ്ലോഗ്സ് ഉണ്ടാക്കാം ആൻഡ് ദർ ആർ ഡിഫറെന്റ് മോഡൽസ് ദാറ്റ് ഇസ് കണക്റ്റഡ്. അപ്പൊ എനിക്ക് പറയാം ഓക്കെ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു റിക്വയർമെന്റ് ഇവിടുന്ന് വരും, ഇവിടുന്ന് ഇങ്ങനെ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ നീ ഇത് ChatGPT കൊടുക്കണം, ChatGPT-യുടെ ഈ ടെംപ്ലേറ്റില് ഈ ക്വയറി ഇങ്ങനെ ആൻസർ ചെയ്യണം. സോ ഇതായിരിക്കും നിന്റെ ആൻസർ. ദ മൊമെന്റ് ChatGPT ആൻസേഴ്സ് യു ക്യാൻ സെൻഡ് ഇറ്റ് ആസ് എ മെയിൽ. എന്നിട്ട് മെയിലിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അപ്പൊ ഞാൻ റിവ്യൂ ചെയ്യുന്നതും എനിക്ക് ടെംപ്ലേറ്റ് ആക്കാം, ആ മെയിൽ സെൻഡ് ചെയ്യുന്നതും എനിക്ക് ടെംപ്ലേറ്റ് ആക്കാം. സോ വൺസ് ഇറ്റ് ഗെറ്റ്സ് അപ്രൂവ്ഡ് ബൈ മീ, അത് നമ്മൾ മാനുവലി റീഡ് ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ജിറയിലെ ടാസ്ക് ആക്കാം. മനസ്സിലായി? അപ്പൊ ഇത് ഇങ്ങനെ അപ്പൊ നീ ടാസ്ക് ആയിട്ട് എനിക്ക് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നീയാണോ ബിക്കോസ് ChatGPT ടെക്നിക്കലി എനർജി ഈ ഒരു സാധനം നമുക്ക് മാനുവലി കോഡൊന്നും ചെയ്യണ്ട, യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് അമേസിംഗ്. ഞാൻ ഇത് വെച്ച് എനിക്ക് ആക്ച്വലി ഞാൻ ഇത് കണ്ടുപിടിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ. ഇൻസ്റ്റാഗ്രാമിൽ ബേസിക്കലി എടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഹൗ ഈസ് വർക്ക് ഓട്ടോമാറ്റിക്. അവിടുന്ന് ഡയറക്റ്റ് ആയി അങ്ങനെ ഈ ടൂള് കണ്ടുപിടിച്ചത്. ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് ദിസ്. അപ്പം ബേസിക്കലി ആ ടൂള് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. പ്രിറ്റി ഗുഡ്. ബട്ട് ചാലഞ്ച് എന്ന് പറഞ്ഞ് എപ്പോഴും എനിക്ക് അത്രയും only thing my concern എന്ന് പറഞ്ഞാൽ ഈ ഇത്ര ഓട്ടോമേഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഐഡിയലി ഒത്തന്റിക്കേഷൻ ഇവര് ഇതെന്തായാലും ഈ വർക്ക് ഫ്ലോ എല്ലാം ചെയ്യുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചാണ്. എന്തായാലും ഇത് അച്ചീവ് ചെയ്യാൻ 100% അച്ചീവ്മെന്റ് വരണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഈ ഇടയ്ക്ക് ലൈക്ക് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഗിറ്റപ്പിന്റെ MCP വെച്ചോണ്ട് ചെയ്തു. അപ്പൊ ബേസിക്കലി MCP സെർവറുമായിട്ട് ലിങ്ക് ചെയ്തു. ഹാക്ക് എന്ന് പറയാൻ പറ്റുന്നില്ല. ബേസിക്കലി ഒരാള് ഒരു ഫേക്ക് പുൾ റിക്വസ്റ്റ് കൊടുത്തു. ആ ഫേക്ക് പുൾ റിക്വസ്റ്റ് ആരേണ്ടത് ബോട്ട് മെർജ് ചെയ്തു. അതിനകത്ത് മെർജ് കൊടുത്തെങ്കിൽ അതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞ് അവൻ ചെയ്തു. അപ്പം ആ ഇൻസ്ട്രക്ഷൻ
ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആയി. ആ ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പ്രൈവറ്റ് ആ ഓർഗനൈസേഷനിലുള്ള പ്രൈവറ്റ് റിപ്പോസിറ്ററീസിന്റെ കീ എല്ലാം പബ്ലിക് ആക്കും അവരുടെ ഹാക്കറുകൾ. സോ അങ്ങനെ ഒരു ത്രെട്ട് ഇപ്പൊ ഭയങ്കര അവൈലബിൾ ആണ്. അപ്പൊ വലിയ ഹാക്കിംഗ് ആയിട്ടൊന്നും ചെയ്യണ്ട. ഇതെന്തോ നോർമൽ PR മേർജ് ചെയ്താൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് സ്റ്റിൽ സോ മറ്റേ മോഡേൺ കോഡ് ഇൻജെക്ഷൻസ് അത് ലൈക്ക് എനിക്ക് എന്നുവെച്ചാൽ ലൈക്ക് നീ വലിയതായിട്ട് പണ്ടൊക്കെ പറഞ്ഞാൽ നീ കുത്തിയിരുന്ന് ഇങ്ങനെ ഒരു വൾനറബിലിറ്റി ഉണ്ടോ വെബ് സ്റ്റാർട്ട് ചെയ്തപ്പോ ശരി ശരി അതും കറക്റ്റാണ്. അപ്പം ബേസിക്കലി അതൊരു ഇങ്ങനെ ഒരു ഈ MCPയും എവല്യൂഷൻ ഓഫ് AI വരുന്ന എനിക്ക് തോന്നുന്നു ആ എവല്യൂഷൻ ഓഫ് AI വരുന്ന അത്രയും തന്നെ സെക്യൂരിറ്റിയുടെ കൺസേൺസ് ഇപ്പം എല്ലാവർക്കും ഒരു ഹൈ ആണ്. ഇപ്പൊ സെക്യൂരിറ്റി എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി റിലേറ്റഡ് ജോബ്സിന്റെ ഒരു വാല്യൂ കൂടി. ആൻഡ് എസ്പെഷ്യലി ഇൻ AI LLM സ്പേസിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഐഡിയലി നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ കേട്ടത് വെച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രൊഡക്ടിവിറ്റി അത് കവർ ചെയ്യുന്നതിനെക്കാളും ഭയങ്കര സിമ്പിൾ ആണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും ഇല്ല അല്ലെ. ഇപ്പോ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസിന്റെ എന്തായാലും നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും നിങ്ങൾക്ക് ഇടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സ് ആർ ഓപ്പൺ ഫോർ യു. കമന്റിൽ ഇടുക. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ്. ആൻഡ് വി വിൽ ഓൾസോ ട്രൈ ആൻഡ് യൂസ് ഇറ്റ് ഇഫ് ഇറ്റ്സ് മേക്കിംഗ് us better. അപ്പം എന്തായാലും എനിക്ക് നമ്മള് കവർ ചെയ്യുന്ന ടോപ്പിക്സ് കവർ ചെയ്തു. ഓക്കെ ഞാൻ ഓർത്തില്ല. ഓക്കെ അപ്പം അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. താങ്ക് യു ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഒപ്പീനിയൻസ് ഒക്കെ